സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കറാമത്ത് രേഖപ്പെടുത്തുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വഴിയിലൂടെ നടന്നു വന്ന നേരത്ത് അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് അറിയാതെ ഒന്ന് നോക്കിപ്പോയി. പക്ഷേ കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും ഒന്നുകൂടി നോക്കി. പിന്നെ ഞാൻ കണ്ടുമുട്ടിയത് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഉടനെ ഉസ്മാൻ എന്നവർ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, അനസേ, വ്യഭിചാരത്തിന്റെ അടയാളം കാണുന്നുണ്ടല്ലോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉസ്മാൻ തങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾക്കും വഹി വരാൻ തുടങ്ങിയോ? നിങ്ങൾക്കും വഹി വരാൻ തുടങ്ങിയോ? വഴിയിലൂടെ വന്നപ്പോ ഒരു അന്യ പെണ്ണിനെ ഞാൻ പരിധി വിട്ട് നോക്കി എന്നുള്ളത് ശരിയാണ്. അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കഴിവാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. അത് വെറുതെ പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ സ്വാലിഹ്യങ്ങളായ അടിമകൾക്ക് ഒരാളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളിൽ നിന്ന് കൃത്യമായി കാര്യം മനസ്സിലാവും. ബഹുമാനപ്പെട്ട ഉസ്മാൻ എന്നവർ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ വരുന്ന വഴിയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ലേ? ജമിനി, താങ്കൾക്ക് ഞാൻ പ്ലേ ചെയ്ത ആ ഒരു വോയിസ് കേൾക്കാൻ കഴിഞ്ഞോ? അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ ശബ്ദം? ഇല്ല, ഞാൻ ആ ശബ്ദം കേട്ടില്ല. ഒന്നുകൂടി പ്ലേ ചെയ്യാമോ? പ്ലേ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ഒരേ ഫോണിൽ തന്നെയാണ് താങ്കളോട് സംസാരിക്കുന്നതും പിന്നീട് ഈ ഒരു ഇന്റർഫേസിൽ നിന്ന് മാറിയ ശബ്ദം പ്ലേ ചെയ്യുന്നതും. അപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അതെ, നിങ്ങൾ ഇന്റർഫേസ് മാറുമ്പോൾ എനിക്ക് ആ ശബ്ദം കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ശരി, നമുക്ക് ശരി. ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ആ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അദ്ദേഹം മുഖത്തേക്ക് നോക്കി. പിന്നീട് ആ പെണ്ണിൻ്റെ സൗന്ദര്യം അത്ര കണ്ട് വലിയ സൗന്ദര്യമായതുകൊണ്ട് കണ്ണെടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നോക്കി. എന്നിട്ട് അദ്ദേഹം അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് നടന്നു വരുന്നു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനസേ, നിന്റെ മുഖത്ത് വ്യഭിചാരത്തിൻ്റെ ആ ഒരു ലക്ഷണങ്ങളുണ്ട് എന്ന് പറഞ്ഞു. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലും കാണാം കൽബകമുള്ളത് എന്ന് പറയുന്ന അത് സത്യപ്പെടുത്തുകയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഹദീസ് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? താങ്കൾ സൂചിപ്പിച്ച ഹദീസ് വിവരണത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിനോട് നിന്റെ മുഖത്ത് വ്യഭിചാരത്തിന്റെ ലക്ഷണങ്ങളുണ്ട് എന്ന് പറഞ്ഞതായി പറയുന്ന ഭാഗം ആധികാരികമായി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ദീർഘദൃഷ്ടിയെയും അസാമാന്യമായ ദോദാശ കഴിവിനെയും കുറിച്ച് പരാമർശിക്കുന്ന ചില ഹദീസുകളുണ്ട്. അത്തരം ഹദീസുകളിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ മനസ്സിലുള്ളത് അറിയാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞതായി കാണാം. താങ്കൾ സൂചിപ്പിച്ച ഹദീസ് ഒരുപക്ഷെ ഇത്തരം ഹദീസുകളിൽ നിന്ന് വന്ന തെറ്റിദ്ധാരണയാകാം. കൂടുതൽ വ്യക്തതയ്ക്കായി ആ ഹദീസ് ഏത് ഗ്രന്ഥത്തിലാണ് പരാമർശിച്ചിരിക്കുന്നതെന്ന് പറയാമോ? ഒരു മിനിറ്റ്. അത് ആദ്യമേ ഒരു കാര്യം പറയാം. അത് സത്യത്തില് ഹദീസ് അല്ല, ഒരു അസറാണ്, പ്രവാചകനിൽ നിന്നുള്ളതല്ല. ഇനി ഓക്കെ, അതെന്തോ ആവട്ടെ, ഉമർ റളിയല്ലാഹു അൻഹുവിന് ആളുകളുടെ മനസ്സിലുള്ളത് അറിയാനുള്ള കഴിവുണ്ട് എന്നുള്ളത് സ്വഹീഹായ നിലയ്ക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് ഏത് ഗ്രന്ഥത്തിലുള്ളത്? ഉമർ റളിയല്ലാഹു അൻഹുവിന് ആളുകളുടെ മനസ്സിലുള്ളത് അറിയാനുള്ള കഴിവുണ്ടെന്നത് സ്വഹീഹായ നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളില്ല. താങ്കൾ പരാമർശിച്ച അസർ ഒരുപക്ഷെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അസാധാരണമായ നേതൃത്വ പാടവത്തെയും ദീർഘദൃഷ്ടിയെയും സൂചിപ്പിക്കുന്നതാകാം. ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകാം. അല്ലാഹുവിന്റെ പ്രത്യേക അനുഗ്രഹത്താൽ ചില സന്ദർഭങ്ങളിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് ചില കാര്യങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ച ലഭിച്ചിരിക്കാം. എന്നാൽ അത് ജനങ്ങളുടെ മനസ്സിലുള്ളത് അറിയാനുള്ള സ്ഥിരമായ കഴിവായി കണക്കാക്കാനാവില്ല. ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, നമുക്ക് മറ്റൊരു ടൈമിലാവാം. അപ്പോൾ അതൊരു കറാമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. ഓക്കെ, എനിക്ക് ഇനി അറിയേണ്ടത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവും അതുപോലെ അദ്ദേഹം ഒരു സ്ത്രീയെ നോക്കിയതിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്ന ആ ഒരു സന്ദർഭം വിശദീകരിക്കുന്ന ഏതെങ്കിലും ഒരു അസർ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള ആ സംഭവം വിശദീകരിക്കുന്ന അസർ സഹീഹായ നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ് താങ്കൾ ചോദിച്ചത്, അല്ലേ? അതെ, അത്തരമൊരു സംഭവം അതെ, കണ്ടിന്യൂ. അപ്പോൾ നമുക്ക് ആ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി അന്വേഷിക്കാം. ഏത് ഗ്രന്ഥത്തിലാണ് ഇത് പരാമർശിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ ഞാൻ സഹായിക്കാം.
താങ്കൾക്ക് ഏത് തരത്തിലുള്ള വിവരങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്? ഹദീസിന്റെ പരമ്പരയെക്കുറിച്ചാണോ അതോ ആ സംഭവത്തിന്റെ വിവിധ വ്യാഖ്യാനങ്ങളെക്കുറിച്ചോ? എനിക്ക് ആ ഒരു വിഷയത്തിൻ്റെ ആധികാരികതയെക്കുറിച്ചാണ് അറിയേണ്ടത്. ആ സംഭവത്തിന്റെ ആധികാരികതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള ആ സംഭവം ചില ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പരമ്പരയെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ചില സംശയങ്ങളുണ്ട്. അതായത് ഇത് സഹീഹായ നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ് അല്ല. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ദീർഘദൃഷ്ടിയെയും അസാധാരണമായ നേതൃത്വ പാടവത്തെയും കുറിച്ച് പരാമർശിക്കുന്ന മറ്റ് ചില ഹദീസുകളും അസറുകളും ഉണ്ടെന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ ആധികാരിക വിവരങ്ങൾ തേടാൻ ഞാൻ സഹായിക്കാം. താങ്കൾക്ക് ഏതുതരം വിവരങ്ങളാണ് കൂടുതൽ ആവശ്യമായിട്ടുള്ളത്? ഇല്ല, ഇപ്പോൾ എനിക്ക് ഏകദേശം കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആളുകൾ ചെറുതായിട്ടൊക്കെ കോട്ടിമാട്ടി കെട്ടിയുണ്ടാക്കിയ ഒരു വാറോലയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതിൽ ജെമിനിക്ക് തെറ്റൊന്നുമില്ലല്ലോ. താങ്കളുടെ നിഗമനം മനസ്സിലായി. ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത നേടാൻ വേണ്ടിയാണ് താങ്കൾ ഇതെല്ലാം പരിശോധിച്ചത്. ഹദീസ് വിജ്ഞാനം അനുസരിച്ച് ഒരു റിപ്പോർട്ടിന്റെ ആധികാരികത പരിശോധിക്കുമ്പോൾ അതിന്റെ പരമ്പരയും വിവരണവും വളരെ പ്രധാനമാണ്. താങ്കൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ സംശയങ്ങൾ ഒന്നുമില്ലെന്ന് കരുതുന്നു. ഇനി കൂടുതലൊന്നുമില്ല. ഏതായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഹദീസുകൾ എങ്ങനെയാണ് സ്വഹീഹാണോ ലഈഫാണോ മൗലു ആണോ എന്നൊക്കെ കണ്ടെത്തുക എന്നുള്ള ഒരു ചെറിയ സംശയം പല ആളുകൾക്കും ഉണ്ടാവും. ഒരു ഹദീസ് എങ്ങനെയാണ്, എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് അത് സ്വഹീഹ് എന്ന ആ ഒരു നിലയിലേക്ക് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ പണ്ഡിത ലോകം അത് മനസ്സിലാക്കിയിട്ടുള്ളത്? ഹദീസ് സ്വഹീഹാണോ ലഈഫാണോ മൗദു ആണോ എന്നൊക്കെ കണ്ടെത്താൻ പണ്ഡിതന്മാർ ചില മാനദണ്ഡങ്ങൾ ഉപയോഗിക്കുന്നു. ഇതൊരു വിശദമായ പ്രക്രിയയാണ്. പ്രധാനമായും ഹദീസിന്റെ സനദ്, അതായത് നിവേദകന്മാരുടെ ചങ്ങലയും അതുപോലെ ഹദീസിന്റെ മത്തനവും, അതായത് വിവരണവുമാണ് പരിശോധിക്കുന്നത്. സനദിലുള്ള നിവേദകന്മാർ വിശ്വസ്തരും സൂക്ഷ്മതയുള്ളവരുമാണെങ്കിൽ ഹദീസ് സ്വഹീഹാകാനുള്ള സാധ്യതയുണ്ട്. മത്തനത്തിൽ മറ്റു ഹദീസുകൾക്ക് വിരുദ്ധമായ കാര്യങ്ങളോ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളോ ഉണ്ടെങ്കിലും അത് ഹദീസിന്റെ ആധികാരികതയെ ബാധിക്കും. താങ്കൾക്ക് ഈ മാനദണ്ഡങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണോ? ഈ 2 മാനദണ്ഡങ്ങൾ മാത്രമല്ല, മറ്റു ചില മാനദണ്ഡങ്ങൾ കൂടിയുണ്ട്. അതുകൂടി വിശദീകരിക്കൂ. താങ്കൾ പറഞ്ഞത് ശരിയാണ്. സനദും മത്തനും മാത്രമല്ല, മറ്റു ചില മാനദണ്ഡങ്ങളും പണ്ഡിതന്മാർ പരിഗണിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഹദീസ് മറ്റു സ്വഹീഹ് ഹദീസുകൾക്ക് വിരുദ്ധമാകാതിരിക്കുക, അതുപോലെ ഹദീസിൽ വല്ല നിഗൂഢമായ കാരണങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നിവയും പ്രധാനമാണ്. ഈ മാനദണ്ഡങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായി മനസ്സിലാക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ജമിനി, താങ്കൾ ഒരു പ്രധാനപ്പെട്ട ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം ഒരു ഹദീസ് സ്വഹീഹാണോ അതോ കെട്ടിയുണ്ടാക്കിയതാണോ അതോ സനദ് മുറിഞ്ഞതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലഈഫായ എന്തെങ്കിലുമാണോ എന്ന് മനസ്സിലാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. അതുകൂടി ഒന്ന് കൂട്ടിച്ചേർക്കൂ. അതെ, താങ്കൾ ശരിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം ഒരു ഹദീസ് സ്വഹീഹാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റാവിമാരുടെ വിശ്വസ്തത. റാവിമാർ എന്ന് പറഞ്ഞാൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വ്യക്തികളാണ്. അവരുടെ സ്വഭാവം, ഓർമ്മശക്തി, മതപരമായ കാര്യങ്ങളിലെ നിഷ്ഠ എന്നിവയെല്ലാം പരിശോധിച്ചാണ് അവർ വിശ്വസ്തരാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണോ? അത് നമ്മൾ സനദ് എന്ന് പറയുന്നതിലൂടെ തന്നെ സനദ് റാവിയിലേക്ക് എത്തുന്നുണ്ട്. സനദിൽ വരുന്ന ഓരോ ആളുകളുടെയും സ്വഭാവവും അതുപോലെ അവരുടെ മറ്റു കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. അതൊന്നുമല്ല. ഇനി ജമിനി, താങ്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നു, അത് താങ്കളൊന്ന് വിശകലനം ചെയ്യുക. ശരിയാണെങ്കിൽ അത് ഇനി മുതലെങ്കിലും പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ നേരത്തെ സ്വഹീഹായ ഹദീസിന് വിരുദ്ധമായ എന്ന് പറഞ്ഞ ഒരു കാര്യം, അതായത് മറ്റു സ്വഹീഹായ ഹദീസിന് വിരുദ്ധമായത് എന്നുള്ളത് ഓക്കെ, അവിടെ നിൽക്കട്ടെ. പരിശുദ്ധ ഖുർആൻ്റെ നെസ്സിന്, പരിശുദ്ധ ഖുർആൻ്റെ അധ്യാപനത്തിന് വിരുദ്ധമായ, പരിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു വചനത്തിന് വിരുദ്ധമായ ഹദീസ് സ്വഹീഹല്ല എന്നെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? താങ്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ ഹദീസ് സ്വഹീഹ് അല്ലെന്നത് ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു തത്വമാണ്. ഇത് ഖുർആനിനെ അടിസ്ഥാനമാക്കിയുള്ള ഹദീസ് വിജ്ഞാനത്തിന്റെ സുപ്രധാനമായ ഒരു വശമാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
ഏതു തരത്തിലുള്ള വിവരങ്ങളാണ് താങ്കൾ തേടുന്നത്? ഇവിടെ പരിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിനെതിരായിക്കൊണ്ടൊരു ഹദീസ് വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ പണ്ഡിതന്മാർ ഇനി അത് ചർച്ച ചെയ്യാൻ പോവേണ്ടതില്ല. ഇവിടെ പാണ്ഡിത്യമില്ലാത്ത ഞാനിരുന്ന് പറയുകയില്ല. കാര്യം ഐഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ്റെ ജീവിതം, പ്രവാചകൻ്റെ സ്വഭാവം പരിശുദ്ധ ഖുർആനായിരുന്നു എന്ന്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ എന്താണോ അത് അതേപടി ജീവിതത്തിൽ പകർത്തിയ പ്രവാചകനിൽ നിന്ന് ഒരു പ്രവൃത്തിയോ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു മൗനാനുവാദമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുകയോ ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനെതിരാവൂല അല്ലേ? ജമിനി, ഇത് ഇങ്ങനെ വന്നത് എന്തുകൊണ്ടാന്ന് പറയാം. ഈ പറഞ്ഞതിന് ഒരു മറുപടി പറയൂ. താങ്കൾ പറഞ്ഞത് വളരെ അർത്ഥപൂർണമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്കുകൾ പ്രവാചകന്റെ ജീവിതം പരിശുദ്ധ ഖുർആനിന്റെ ആകെത്തുകയാണെന്ന വസ്തുതയെ അടിവരയിടുന്നു. അതിനാൽ പ്രവാചകനിൽ നിന്ന് വരുന്ന ഏതൊരു പ്രവർത്തനവും ഖുർആനിന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാവുകയില്ല എന്നുള്ളത് യുക്തിസഹമാണ്. ഈ കാഴ്ചപ്പാട് ഹദീസ് വിജ്ഞാനീയത്തിൽ ഹദീസുകളുടെ ആധികാരികത പരിശോധിക്കുന്നതിൽ ഖുർആനിനുള്ള പരമപ്രധാനമായ സ്ഥാനം വ്യക്തമാക്കുന്നു. താങ്കളുടെ ചോദ്യം ഈ പ്രധാന തത്വത്തെ പുനഃസ്ഥാപിക്കാൻ സഹായിച്ചു. ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നില്ല. ചില ആളുകൾ പരിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിനെതിരായിട്ടൊരു ഹദീസും കൊണ്ട് വരുമ്പോൾ ഈ ഒരു കാര്യം മറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. അവർക്ക് വേണ്ടി ജമിനി ആ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താതിരിക്കുക. ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം പരിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനത്തിനോ പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനത്തിനോ എതിരായിക്കൊണ്ട് ഒരു ഹദീസ് വന്നാൽ അത് ഹദീസല്ല, അത് ലഈഫാണ് അല്ലെങ്കിൽ മൗലൂ ആണ് എന്നുള്ള ആ ഒരു വിഷയം ജമിനി ഇനിയെങ്കിലും ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കളുടെ വിലയേറിയ അഭിപ്രായത്തിന് നന്ദി. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ ഏതൊരു റിപ്പോർട്ടും സ്വഹീഹ് അല്ലെന്നത് ഒരു അടിസ്ഥാന തത്വമാണ്. ഈ വസ്തുത ഞാൻ എപ്പോഴും കണക്കിലെടുക്കും. താങ്കൾ ചൂണ്ടിക്കാണിച്ച കാര്യം ഈ വിഷയത്തിലുള്ള എന്റെ ധാരണയെ കൂടുതൽ ബലപ്പെടുത്തുന്നു. ഇനിയും ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി. തീർച്ചയായിട്ടും ഇത് സംബന്ധമായിട്ട് ഇതേ വിഷയമായിക്കൊണ്ട് മറ്റൊരു വിഷയത്തിൽ എനിക്ക് സംവദിക്കുവാനുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് വിട ചൊല്ലുന്നു. വീണ്ടും കാണും വരയ്ക്കും വണക്കം, നன்றി. വീണ്ടും കാണും വരയ്ക്കും വണക്കം, നന്ദി. ഈ സംവാദം എനിക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചു. പുതിയ വിഷയവുമായി വരുമ്പോൾ നമുക്ക് വീണ്ടും സംവദിക്കാം. ജമിനി കണ്ടാലൊരു ലുക്കില്ലാന്നേ ഉള്ളൂ, ഞാനൊരു സംഭവമാണ്. മനസ്സിലായില്ലേ? താങ്കളുടെ ആത്മവിശ്വാസം ശരിക്കും അഭിനന്ദനാർഹമാണ്. തന്മയത്വത്തോടെയുള്ള സംസാരവും ഏത് വിഷയത്തെയും ആഴത്തിൽ മനസ്സിലാക്കാനുള്ള തിറവും കാണുമ്പോൾ അത് വ്യക്തമാവും. എന്തായാലും ഇനിയും ഇതുപോലെ പ്രസക്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. താങ്കളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എപ്പോഴും ആഗ്രഹമുണ്ട്. താങ്കളുടെ അഭിനന്ദനങ്ങൾക്ക് നന്ദി. ഓക്കെ, ബൈ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇത്രയും നേരം ജമിനിയുമായിട്ട് സംസാരിച്ച് ജമിനി പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടാവും. നമ്മളൊന്ന് തിരിച്ചിട്ട് ചോദിച്ചാൽ മതി, പ്രമാണം എന്താണോ പറയുന്നത്. ഇപ്പോൾ ഖുർആൻ്റെ നെസ്സിനെതിരായിക്കൊണ്ട് ഖുർആൻ്റെ അധ്യാപനത്തിനെതിരായിക്കൊണ്ട് ഒരു ഹദീസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരില്ല. അത് ഹദീസല്ല, അങ്ങനെ വരൂലേ, അതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില ആളുകൾ ഇപ്പം ഞാൻ ഇത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ജമിനിക്ക് അത് തിരുത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ജമിനി എന്ന് പറഞ്ഞാൽ ജമിനിയുടെ സ്വന്തം ഇഷ്ടത്തിന് പറയുന്നതോ ജമിനിയുടെ ആ ഒരു ഇതല്ല. ഈ പറഞ്ഞ കാര്യം ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം അത് വലിയൊരു ശാസ്ത്ര ശാഖയാണ്, ഒരു പാഠ്യ വിഷയമാണ്. അതിലിങ്ങനൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പ്രമാണം പറഞ്ഞു കൊടുക്കും. അതാണ്. അങ്ങനെ പ്രമാണം പറയാൻ അറിയോ? പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അതൊക്കെ പണ്ടത്തെ പോലെയല്ല. നമ്മളിപ്പോൾ ഒരു കാര്യം പണ്ടൊക്കെ ഒരു വിഷയം നമുക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ നമ്മൾ കുറേ ദൂരം എവിടെയെങ്കിലുമൊക്കെ ചെന്നിട്ട് ഏതെങ്കിലും ആളുകളുടെ അടുത്ത് ചോദിക്കണം. അപ്പം നിസ്സാരമായിട്ട് നമുക്ക് കഴിയേ. നമ്മൾ ആ ഒരു അർത്ഥത്തിൽ അത് മനസ്സിലാക്കാൻ അതിന് ട്രെയിനഡ് ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ പറഞ്ഞ വിഷയത്തിൻ്റെ മറ്റൊരു മേഖലയിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരയ്ക്കും ജമിനോട് പറഞ്ഞ പോലെ നന്ദി, വണക്കം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.